ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന അതിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പേരിടുമ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ടോ? ക്യാരക്ടറിൻ്റെ പേരിടുമ്പോൾ ഈ ട്വിസ്റ്റുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പം ഒന്നിലേറെ ട്വിസ്റ്റുകൾ വായനയുടെ പല ഘട്ടങ്ങളിൽ കൊടുക്കുമ്പോൾ ആൾക്കാരെ കൂടുതൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഈ ഡാർക്ക് നെറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഹാക്രക്സ് വായിച്ചു കഴിഞ്ഞപ്പോഴും ത്രില്ലർ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2 കഥകൾ തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. നല്ല സബ്ജക്റ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. സിനിമയാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നില്ല, എങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ത്രില്ലർ നോവൽ വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഹാക്രക്സ് വായിച്ചു അല്ലെങ്കിൽ ഡാർക്ക് നെറ്റ് വായിച്ചു, ഇത് രണ്ടും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽ ചെയ്യും അതിനകത്തുനിന്ന്. ചിലപ്പോൾ നമുക്കൊരു സോഷ്യൽ മെസ്സേജ് വരും, ചിലപ്പോൾ ഇത് രണ്ടും കിട്ടും. ശരിക്കും എന്താണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി എഴുതുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണോ പ്രേക്ഷകന്, ഐ മീൻ വായനക്കാരന് കൊടുക്കേണ്ടത്? അതോ ഒരു മെസ്സേജ് കൊടുക്കണോ? എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈം ത്രില്ലർ നോവല് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മെസ്സേജ് കിട്ടാനല്ല അയാൾ ആ പുസ്തകം വാങ്ങുന്നത്. അയാളെ സംബന്ധിച്ച് 100% ഒരു ക്രൈം ത്രില്ലർ എന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രമാണ് വാങ്ങുന്നത്. ഇപ്പം മിജോ എൻ്റെ പുസ്തകം വാങ്ങിയിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ ഉപദേശമൊന്നും മിജോയ്ക്ക് ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടല്ല വാങ്ങുന്നത്. ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന അതിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം പിന്നെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് എൻ്റെ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത് എനിക്കതിലൂടെ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷനെ ഒരു രീതിയിലും റദ്ദിയാത്ത രീതിയിൽ രണ്ടാമത്തെ കാര്യം എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം ഹാക്രക്സിലായാലും ഡാർക്ക് നെറ്റിലായാലും ഞാൻ ചെയ്തിരിക്കുന്നതാണ്. എൻ്റർടൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു, അവിടെ കൊലപാതകമുണ്ട്, അനന്തമൂർത്തിയെ ഇത് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഇത് മിജോ ബുക്ക് വായിച്ച് കഴിഞ്ഞ് അടച്ച് വയ്ക്കുമ്പോൾ ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇന്ന ക്രൈംസ് അതുവഴി നടക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മളെയും ഭാവിയിൽ ബാധിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ശ്രദ്ധ, നമ്മളിപ്പോൾ തന്നെ നമുക്കൊരു ശ്രദ്ധ വേണം, കരുതൽ വേണം എന്ന് ചിന്തിപ്പിക്കുക. അത് ഒരിക്കലും ആദ്യം പറയുന്ന എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ല ഞാനത് പറയേണ്ടത്. നിങ്ങൾ 100% ഈ പറയുന്ന ത്രില്ല് അടുപ്പിച്ചിട്ട് വേണം ഞാനത് പറയേണ്ടത്. അപ്പം അതുകൊണ്ട് 2 ഗുണമാണ്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അത് തന്നെയാണ് 100% എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് മാത്രമായാലുള്ള കുഴപ്പം, ഈ പുസ്തകം മടക്കി വെച്ച് കഴിഞ്ഞാൽ മിജോ അതോടുകൂടി എന്നെയും മറന്നു, ആ പുസ്തകത്തെയും മറന്നു. മറിച്ച് മിജോ നാളെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഡാർക്ക് നെറ്റ് വഴി ഡ്രഗ് ഡീലിംഗ് ഇന്നയാൾ അറസ്റ്റിലായിപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മിജോ ഈ പുസ്തകത്തെ ഓർമ്മിക്കും, എന്നെ ഓർമ്മിക്കും. അവിടെയാണ് ആ മെസ്സേജ് ഞാൻ തരുന്നതിൻ്റെ ഗുണം കിട്ടുന്നത്. നാളെ ഈ ഇത് അക്കാഡമിക്കലി റിസർച്ച് ചെയ്യുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഹാക്രക്സിനെ കുറിച്ച് മിജോ ഓർക്കും, ആ പുസ്തകത്തെക്കുറിച്ച് ഓർക്കും. ഈ ഓർക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ഈ പേരുകളുണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി, പക്ഷെ ഇപ്പോഴും നമുക്ക് ആ പേരുകൾ പറയുമ്പോൾ പ്രത്യേകതയുള്ള പേരുകളൊന്നുമല്ല, സാധാ പേരുകളാണ്. ഇപ്പോൾ വിശാല, ശ്രീബാല, ശിഖ, ശിവന്തിക, രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ പറയുന്നത്. ചില പേരുകൾ ഒഴിച്ച്, ഇപ്പോൾ ചില പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാവൻ, സിയാവുദ്ദീൻ, അങ്ങനെയുള്ള ചില പേരുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം കോമൺ നെയിംസ് തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഈ പേരുകളെല്ലാം ഇവരുടെ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ എൻ്റെ മനസ്സിൽ ക്യാരക്ടർ അടക്കം ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഈ പേരിടുമ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ടോ ക്യാരക്ടറിൻ്റെ പേരിടുമ്പോൾ? പേരിടുക എന്നുള്ളതാണ് ഈ എഴുത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ക്യാരക്ടറിൻ്റെ അയാളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും നമുക്ക് ആ പേരിനകത്ത് കൊണ്ടുവന്ന് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഇപ്പോൾ നായകന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ വളരെ മോശം ഒരു പേര് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ ഒരു തീരെ അങ്ങ് ഇതായിട്ടുള്ള പേരും കൊടുക്കാൻ പറ്റില്ല. പേരിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ച് ഈ ക്യാരക്ടറിന് ഇത് പറ്റും, ചിലപ്പോൾ കുറേ എഴുതി പോകുമ്പോഴായിരിക്കും തോന്നുന്നത് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. ഇപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ക്യാരക്ടർ, സിദ്ധാർത്ഥിന് അതിനകത്തൊരു ഗ്രേ ഷെയ്ഡും ഉണ്ട്. എന്നാൽ ഫൈനലി ഞാൻ ക്ലൈമാക്സ് പൊളിക്കുന്നില്ല, പക്ഷെ ഫൈനലി സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരു സാധാരണ പേരുമാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് ആ ക്യാരക്ടറിന്. പക്ഷേ അത് ആക്ച്വലി ഇതെനിക്കുള്ളൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കും. കാരണം
ഞാനൊരു പേരിടുന്നു, ഒരു സാധാരണ പേര്. ആ ക്യാരക്ടറിന് ആ പേര് സ്യൂട്ടായി എന്ന് മിജു എന്നോട് പറയുമ്പോൾ ഞാനത് നന്നായിട്ട് എഴുതി ഫലിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെ അതെ കാരണം ആ പേര് കൊണ്ട് ആ ക്യാരക്ടർ ഇതായി എന്നുള്ളതല്ല, മറിച്ച് ആ ക്യാരക്ടറിനെ ഓർമ്മിക്കത്തക്ക രീതിയിൽ ഞാനത് അവിടെ എഴുതി വെച്ചു എന്നുള്ളതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ രീതിയിലാണ് ചെയ്യുന്ന രീതിയിൽ. കാരണം ആ പേരുകൾ ഈ വെച്ച്. സിദ്ധാർത്ഥൻ എന്ന പേര് ഞാൻ ഇടുമ്പോൾ ഈ സിദ്ധാർത്ഥൻ എന്ന പേര് കൊണ്ട് മാത്രം ഇത് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസവും എനിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഞാൻ സിദ്ധാർത്ഥൻ എന്നുള്ളൊരു പേര് കൊടുക്കുകയും വളരെ വീക്കായിട്ടുള്ളൊരു ക്യാരക്ടർ അവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ മിജോ അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ മിജോ ഇത് മറന്നിട്ട് ചോദിക്കുമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ ചോദിക്കും, ആ കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര് എന്ന് എന്നോട് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുന്നതിന് വരെ മിജോ ഈ പേരുകൾ ഓർത്ത് പറയുന്നത് എൻ്റെ ഒരു വിജയമാണ്. അതെ തീർച്ചയായിട്ടും. അതുപോലെ അനസൂയ എന്ന് പറയുന്ന പേര്. പിന്നെ നമ്മൾ കുറേ തിയറി, മേജർ എന്നൊക്കെ പറയുന്ന ആ ഒരു ത്രില്ലറിന് ജോണറിന് യോജിച്ച തരത്തിലുള്ള കുറച്ച് പേര് അത് ഞാൻ നേരത്തെ മിജോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചില പേരുകൾ ഒരു വേൾഡ് വൈഡ് ലെവലിലേക്ക് കിട്ടാം. കാരണം നമ്മൾ എല്ലാ പേരുകളും കേരളത്തിലുള്ള പേരുകൾ എടുത്ത് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളി വായനക്കാർ പെട്ടെന്ന് ഇതങ്ങ് റിലേറ്റ് ചെയ്യും. കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു, അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു, താഴെ പോയി. മറിച്ച് ഇപ്പോൾ തിയറി എന്ന് പറയുമ്പം അതൊരു ഒരു ആഫ്രിക്കൻ വംശജൻ്റെ ഒരു രൂപത്തിലാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അപ്പം ആ ഒരു പേര് വരുമ്പം അത് വീണ്ടും നമ്മളെ ഇതിൽ നിന്ന് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ജർമ്മൻകാരനുണ്ട് നമ്മുടെ ഇതിനകത്ത്, സ്റ്റെഫാൻ എന്ന് പറഞ്ഞിട്ട്, ഹാക്കറക്സിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പേരുകളും കൂടി വരുമ്പോൾ നമ്മളെ കുറച്ച് മലയാളി പേരുകളും കുറച്ച് മറ്റു പേരുകളും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭൂപ്രകൃതിയുടെ പ്രശ്നം, കേരളം എന്ന് പറയുന്ന ഒരു ലിമിറ്റിനകത്തുനിന്ന് ഇതിനെ പുറത്ത് ചാടിക്കാൻ നമുക്ക് അതുപോലെ വേറൊരു പേരെങ്കിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്, ഹാക്കറക്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ആ സയൻസ് സൊസൈറ്റിയുടെ ഉള്ളിലുള്ള സെക്യൂരിറ്റി മറ്റേ അമീറാലം, പിന്നെ ഗാവൻ ഐസക്, പിന്നെ ചില പേരുകൾ, പിന്നെ ദ്രൗപദി എന്ന് പറയുന്ന ശരിക്കും ആ ക്യാരക്ടറിന് ആ പേര് യോജിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഗ്രേ ഷെയ്ഡ് എന്നതിനേക്കാൾ അവർ ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അതാണ് എനിക്ക് പേരിൽ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ ഭയങ്കര സ്യൂട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇപ്പം നമ്മൾ ഹാക്കറക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ നോവല് ഡാർക്ക് നെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടിലും ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ട്വിസ്റ്റാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് എവിടെയാണ് ചെന്ന് അവസാനിക്കണേ എന്നുള്ളത്. പക്ഷെ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ട്വിസ്റ്റുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അതായത് ആ വായനയുടെ രസം നമ്മുടെ വായനക്കാരന് കളയാതെ തന്നെ ഈ ട്വിസ്റ്റുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അതെ, ഞാൻ മിജോയോട് പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രൈം ത്രില്ലർ. നമ്മൾ എന്തുകൊണ്ടാണ് ത്രില്ലർ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ വരുന്ന ട്വിസ്റ്റുകൾ, സസ്പെൻസുകൾ, ഇത് രണ്ടും അറിയാനുള്ളൊരാകാംക്ഷ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ത്രില്ലർ വായന എൻ്റെ ഒരു പ്രധാന ഹോബിയായിരുന്നു. അപ്പോൾ ഞാനൊരു ത്രില്ലർ എഴുതുമ്പോൾ ഞാൻ എന്താണ് ഒരു ത്രില്ലർ ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതാണല്ലോ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നും, ഇതിൽ കുറച്ചുകൂടെ അതൊന്ന് മുന്നോട്ട് പോയെങ്കിൽ, കുറച്ചുകൂടെ സസ്പെൻസ് തന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. മിക്കവാറും ത്രില്ലർ ബുക്കുകളിൽ 1 or 2 സസ്പെൻസിൽ കൊണ്ടുവന്ന് അതങ്ങ് അവസാനിപ്പിക്കും, അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പം ഒന്നിലേറെ ട്വിസ്റ്റുകൾ വായനയുടെ പല ഘട്ടങ്ങളിൽ കൊടുക്കുമ്പോൾ ആൾക്കാരെ കൂടുതൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത് അവരെ കൂടുതൽ, പ്രത്യേകിച്ച് വലിയ പുസ്തകങ്ങൾ എഴുതുമ്പോൾ, ഞാൻ എഴുതിയിട്ടുള്ള ഈ ഡാർക്ക് നെറ്റും പിന്നെ നമ്മുടെ ഈ ഹാക്കറക്സ് രണ്ടാമന് ഏകദേശം 300-ന് മുകളിൽ പേജുകളുള്ളതാണ്, 60 പേജുണ്ട്. അപ്പോൾ അത്രയും പേജുകളുള്ള ഒരു പുസ്തകം ഒരാളിരുന്ന് വായിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഒരു സസ്പെൻസ് എലമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ വരെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇതിനിടയിൽ നമ്മൾ വായനക്കാരൻ നമ്മൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ അയാളെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു, അയാൾ അതാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മളതവിടെ പൊളിച്ചിട്ട് വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അടുത്തതിലേക്ക് പോകാനുള്ള ത്രില്ലായി പുള്ളിക്ക്. അപ്പോൾ വായനക്കാരൻ അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വായനക്കാരനെ നമുക്ക് ഹാപ്പിയാക്കാൻ പറ്റും ഈ കാര്യത്തിൽ. കാരണം ത്രില്ലർ ബുക്ക് വാങ്ങുന്ന ഒരാൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് വാങ്ങുന്നത്, അല്ലാതെ അയാൾക്ക് മറ്റെന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല വാങ്ങിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ ഈ സോഷ്യൽ മെസ്സേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല വാങ്ങിക്കുന്നത്.
അപ്പോൾ ടെസ്റ്റ് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക. പിന്നെ അത് ഓവറാക്കി ചളവാക്കാതെ നോക്കുക എന്നുള്ളൊരു കാര്യം. പക്ഷെ ആ ഡാർക്ക്നെറ്റിൽ അത് ഭയങ്കര രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഹാക്കറക്സിലും കൃത്യമായിട്ട് ഹാക്കറക്സിലും ശരിയാണ്, നമ്മൾ ആ ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു ട്വിസ്റ്റും തുടക്കത്തിൽ തന്നെ ട്വിസ്റ്റ് ഉണ്ട്, പക്ഷെ ഫൈനലിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞ പോലെ ട്വിസ്റ്റ് ഇതിനകത്ത് അത് രസം കളയാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് എന്ന് പറഞ്ഞു, ഇത് അല്ലെങ്കിൽ നോവൽസ്, ഇതിന് എപ്പോഴും ഒരു വലിയൊരു വായനാ സമൂഹം ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഈ വായനാ സമൂഹം ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വായിക്കാനുള്ള ഒരു സൈക്കോളജി, അതായത് ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഹൊറർ മൂവീസ് കാണുമ്പോൾ രാത്രി തന്നെ ഇരുന്ന് കാണണം, പേടിയാണ് എങ്കിൽ കൂടി രാത്രി തന്നെ ഇത് കാണണം, വീട്ടിൽ നമ്മുടെ മുറിയിൽ ഇരുട്ടത്ത് വെച്ചിട്ട് നമ്മൾ ഫോണിൽ ഹൊറർ മൂവീസൊക്കെ ഒന്ന് കണ്ട് സ്വയം പേടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊരു രസമാണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല പേടിയുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സൈക്കോളജി എന്താ, നമ്മൾ ഈ ത്രില്ലർ ജോണറിലേക്ക് നമ്മളെങ്ങനെ പ്രേരിപ്പിക്കുന്ന സൈക്കോളജി? നമുക്ക് പൊതുവേ ത്രില്ലറുകൾ വായിക്കാൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമകൾ കാണാനൊക്കെ വളരെ ഇതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടിരുന്നു കൊണ്ട് ത്രില്ല് ആസ്വദിക്കുക. കാരണം ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു, ഒരു ഹൊറർ മൂവി കാണുന്നു, നമുക്കറിയാം നമ്മൾ നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്നാണ് ഈ മൂവി കാണുന്നത്, നമുക്കൊന്നും സംഭവിക്കാനില്ല എന്ന് നമുക്കറിയാം. അതേസമയം തന്നെ അതിലെ ആ നായകനോടോ നായികയോടൊപ്പം നമ്മൾ ഈ ഭീതിയും പേടിയും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ദോഷമില്ല എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രഹസ്യങ്ങൾ അറിയാനുള്ള താല്പര്യം കൂടുതലാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളായാലും മറ്റെന്ത് കാര്യങ്ങളായാലും രഹസ്യങ്ങൾ അറിയാൻ എപ്പോഴും മനുഷ്യന് താല്പര്യമുണ്ട്. അപ്പം അത് ഈ നമ്മൾ ത്രില്ലർ നോവലുകളിലോ സിനിമകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്, രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇത് വായിക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രേരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രേരണ ഉണ്ടാകുമ്പോൾ അവർക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ. ചില സിനിമകൾ നമ്മൾ കണ്ടു തുടങ്ങിയാൽ നമ്മളത് തീർത്ത് രഹസ്യം അറിഞ്ഞിട്ടേ എണീക്കത്തുള്ളൂ. കാരണം അത് നല്ലാതെ നമ്മളെ തലച്ചോറ് നമ്മൾ എണീറ്റ് പോകാൻ സമ്മതിക്കത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ എന്താണ്, ഹ്യൂമൻ നേച്ചറാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്, ഈ ഹോർമോണുകൾ അഡ്രിനാലിൻ റഷ് അവിടെ ഉണ്ടാവും. അഡ്രിനാലിൻ റഷ് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇതിലൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നു, ഇപ്പം മിജോ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നു. അപ്പം ഇതിലിപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ മിജോ ഒരു ഇത് കണ്ടു അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു, ഇത് കിട്ടി, പിന്നെ അടുത്ത അഡ്രിനാലിൻ റഷ് കിട്ടണമെങ്കിൽ ഇതിനെക്കാട്ടി നല്ല കിടിലൻ സാധനം വരണം. ശരിയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ തലമുറ മുഴുവൻ ഈ കൊറിയൻ വെബ് സീരീസുകളും ഇംഗ്ലീഷ് വെബ് സീരീസുകളും ഒക്കെയാണ് കാണുന്നത്. പണ്ടത്തെ പോലെയല്ല. ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വന്ന് കിടപ്പുണ്ട് വെബ് സീരീസായിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് ആ കാണുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു തലമുറയ്ക്ക് മുന്നിലാണ് നമ്മൾ ഈ പറയുന്ന നോവലുകളുമായിട്ട് ചെല്ലുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പം ആ വെല്ലുവിളി നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അവർ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് അവർ പുസ്തകം വായിക്കുമ്പോൾ അവരെ നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം. തീർച്ചയായിട്ടും. പേടിപ്പെടുത്തുകയാണെങ്കിൽ പേടിപ്പെടുത്തി, അവരുടെ ആകാംക്ഷ ഉണർത്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും നമ്മളത് കൊണ്ടെത്തിക്കണം. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞതാണ്. നമ്മൾ സുരക്ഷിതരാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് ഒരു അഡ്വഞ്ചറിലേക്ക് എടുത്ത് ചാടുന്ന ഫീല് നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് 5 വർഷം മുന്നേ നമുക്ക് ഡാർക്ക്നെറ്റ് തന്നു, 2 വർഷം മുന്നേ ഹാക്കറക്സ് നമുക്ക് തന്നു. ഇനി എന്താണ് അടുത്തൊരു പുസ്തകം ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വായനക്കാർക്ക്? ഒരു പുസ്തകം, അടുത്ത പുസ്തകം ഉടൻ തന്നെ വരുന്നുണ്ട്. DC ബുക്സാണ് അതിൻ്റെയും പബ്ലിഷർ. ഹാക്കറക്സിനെയും ഡാർക്ക്നെറ്റിനെ അപേക്ഷിച്ച് ഈ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ്, വലിയൊരു പുസ്തകമല്ല. ഹാക്കറക്സും ഡാർക്ക്നെറ്റും വലിയ ക്യാൻവാസിൽ, ഒരു വേൾഡ് വൈഡ് ക്യാൻവാസിലാണ് എഴുതിയിരുന്നതെങ്കിൽ ഇതൊരു ലോക്കൽ ത്രില്ലറാണ്. സൈബർ ത്രില്ലറല്ല. അല്ല, കാരണം സൈബർ ത്രില്ലറിൽ നിന്ന് മാറി ഇതൊരു ലോക്കൽ ത്രില്ലർ. ഇതിലും നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ചില ടെസ്റ്റുകളുണ്ട്, സസ്പെൻസ് ഉണ്ട്, കൊലപാതകമുണ്ട്, കുറ്റാന്വേഷണമുണ്ട്. എങ്കിൽ പോലും ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പ്രാദേശികമായിട്ട് നടക്കുന്ന ചില കുറ്റകൃത്യങ്ങളും അതിൻ്റെ അന്വേഷണവും
അങ്ങനെ പറഞ്ഞു പോകുന്നൊരിതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സൈബർ ത്രില്ലറിൽ നിന്ന് ഒഴിവായി എന്ന് മിജോ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് ആലോചിച്ചുണ്ട്. അങ്ങനെ രണ്ട് പുസ്തകവും രണ്ടാമത്തെ പുസ്തകം സൈബർ ത്രില്ലറിലേക്ക് കൊണ്ടുവന്നു. ഒരു വേറൊരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി അതിനെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈബർ ത്രില്ലറിനോട് അത്രയും ഒരു പാഷനേറ്റ് ആയിട്ട് എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയും അടുത്തൊരു സൈബർ ത്രില്ലർ തന്നെയാണ്. കാരണം സൈബർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഒഴിവാക്കി നിർത്തുകൊണ്ട് നമുക്കൊരു പുസ്തകം എഴുതുക എന്നുള്ളത് ഇനി അങ്ങോട്ട് എനിക്ക് സാധിക്കുന്നൊരു കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ എഴുത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തണമല്ലോ. അതെ അതെ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരുടെ ക്ഷമ പരീക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ ഡാർക്ക്നെറ്റ് എഴുതി, ഹാക്കറക്സ് എഴുതി, അതിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു പുതിയ കഥ എഴുതുന്നു. അപ്പോൾ വായനക്കാർക്ക് അതിലൊരു പുതുമ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും സൈബർ പറയുമ്പോൾ അവർക്ക് ആ ഒരു മടുപ്പ് തോന്നത്തില്ല. തുടർച്ചയായിട്ട് ഞാനിങ്ങനെ സൈബർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനൊരു മടുപ്പ് തോന്നും. അതിനെക്കാട്ടി നല്ലത് വായനക്കാരൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഇതൊക്കെയാണ്. അത് നമ്മൾ കൊടുക്കുക. പിന്നെ ഈ പറയുന്ന നമുക്കിഷ്ടമുള്ള മേഖലകളെ നമുക്ക് ഇനിയും എഴുതാനുള്ള അവസരമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പുസ്തകം വരുന്നുണ്ട്, അതൊരു ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം ഇത് ഇപ്പം എനിക്ക് തോന്നുന്നത് 2 മാസത്തിനുള്ളിൽ വരണം. 2 മാസത്തിനുള്ളിൽ നമുക്ക് DC ബുക്സിൽ അവൈലബിൾ ആവണം. അതിൻ്റെ ഒരു എഡിറ്റിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയൊരു സൈബർ ത്രില്ലർ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. വീണ്ടും ഇപ്പോൾ ഈ ഡാർക്ക്നെറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഹാക്കറക്സ് വായിച്ചു കഴിഞ്ഞപ്പോഴും ത്രില്ലർ ബേസ് ചെയ്തിട്ടുള്ള 2 കഥകൾ തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. നല്ല സബ്ജക്റ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിത് ഈ കഥ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഒരു വിഷ്വലൈസേഷൻ വരും. ഇപ്പോൾ ഈജിപ്തിൽ ആണെങ്കിൽ അവിടെ പിരമിഡുകളെ കുറിച്ചുള്ള ഗവേഷണം നടത്തുമ്പോൾ നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു എൻ്റർടൈനിങ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു എനിക്ക് രസമായിട്ട് തോന്നി. ഇത് സിനിമയായിട്ട് കാണണം തോന്നി ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ. അതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഞങ്ങൾ വായനക്കാർക്ക്? മിജോ മാത്രമല്ല, ഒരുപാട് വായനക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിനിമയോ വെബ് സീരീസോ ഒക്കെ ആക്കേണ്ടതാണ്, ഇത് എന്തുകൊണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല, ഇതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പം അതിൽ ചില കാര്യങ്ങളൊക്കെ ഒത്തു വരേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ആണ് നമുക്കിപ്പം സിനിമയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതി അല്ലല്ലോ. പല കാര്യങ്ങളും ഒത്തു വരേണ്ടതുണ്ട്. എങ്കിലും മിജോ പറഞ്ഞതുപോലെ ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ പല സ്ഥലങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട്. പലരും ഇതിനെ സിനിമയാക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പലരുമായിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇപ്പോഴും ലൈവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ സാധിക്കും എന്ന് നമുക്ക് ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവർ നമുക്ക് സ്ക്രീനിൽ എങ്ങനെയായിരിക്കും ചില ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണല്ലോ ഈ അവതരിപ്പിക്കുക അപ്പോൾ സിനിമയിലാവുമ്പോൾ. അപ്പോൾ ഇവർ ഈ ക്യാരക്ടേഴ്സിന് ഇവരെങ്ങനെ മോൾഡ് ചെയ്ത് ഇതെങ്ങനെയാണ് സ്ക്രീൻ പ്രസൻസിൽ ഇതെങ്ങനെയാണ് നമുക്കിത് കാണാൻ പറ്റുക എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ നടത്തി നോക്കിയപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി. അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രസമുള്ള ഒരു കാര്യമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാണ് ഭാവിയിൽ നമുക്കിതൊരു സിനിമയായിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം സിനിമയാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നില്ല. എങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിച്ചത് 2 പുസ്തകങ്ങളെ കുറിച്ച്. ഒന്ന് ആദർശ് സാർ എഴുതിയിട്ടുള്ള ഡാർക്ക്നെറ്റ് എന്ന് പറയുന്ന പുസ്തകം, രണ്ടാമത്തത് ഹാക്കറക്സ് എന്ന് പറയുന്ന പുസ്തകം. ഈ 2 പുസ്തകവും ശരിക്ക് ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്, സൈബർ ത്രില്ലർ സ്റ്റോറിയാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനിത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു 200-250 പേജ് ഞാൻ ഒരൊറ്റ ട്രിപ്പിനിരുന്ന് വായിച്ചതാണ്. ആ ഒരു ഫ്ലോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയമെടുത്ത് ഞാനത് ഫുൾ ഇരുന്ന് വായിച്ചു. അപ്പോൾ അത്രയും ത്രില്ലിങ് എക്സ്പീരിയൻസസ് ആണ് ഈ ബുക്ക് വായിക്കുമ്പോൾ. ഇത് നമുക്ക് സിനിമയായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകം ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ പുസ്തകം എത്രയും പെട്ടെന്ന് DC ബുക്സ് തന്നെയായിരിക്കും പ്രകാശനം ചെയ്യുന്നത്. DC ബുക്സിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഭാവിയിൽ പുതിയ പുതിയ പുസ്തകങ്ങൾ, നോവൽസ് ഇറക്കാനും അതുപോലെ തന്നെ പുതിയ സിനിമകൾ ഇറങ്ങാനും അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സബ്ജക്റ്റുമായി പുതിയൊരു ഗസ്റ്റുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മിജോ സൈനിങ് ഓഫ്.